MGM, voice of MGM, fuel your heart with MGM Radio. MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. 17 വർഷങ്ങൾക്കു ശേഷം 2020 ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ. ബർബഡോസിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ കിരീടധാരണം. ദക്ഷിണാഫ്രിക്ക വിജയമുറപ്പിച്ച മത്സരമാണ് ഇന്ത്യൻ പേസർമാർ കണിശതയാർന്ന ബൗളിംഗ് മികവിലൂടെ തിരിച്ചുപിടിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു തോൽവി പോലും അറിയാതെയാണ് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. കൃത്യം 7 മാസവും 10 ദിവസവും മുൻപ് ഇതുപോലൊരു ഫൈനൽ മത്സരശേഷം നെഞ്ചു തകർന്നു നിൽക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയാണ് ഇന്ത്യൻ ആരാധകർ കണ്ടത്. തോൽവിയിലും ചെറുപുഞ്ചിരിയോടെ മാത്രം എപ്പോഴും കാണുന്ന രോഹിതിന്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന ലോകകപ്പ് ഫൈനലിൽ 4ാം ലോക കിരീടമെന്ന സ്വപ്നം പൊലിഞ്ഞതിന്റെ ദുഃഖഭാരം ആ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കരീബിയൻ മണ്ണിൽ വെച്ച് ഈ സങ്കടങ്ങൾക്കും ചോദ്യമുനകൾക്കുമെല്ലാം പകരം വീട്ടിയിരിക്കുകയാണ് ഹിറ്റ്മാൻ. 37ാം വയസ്സിൽ നായകനായും ബാറ്ററായുമെല്ലാം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ഇന്ത്യക്ക് 4ാം ലോക കിരീടം നേടിക്കൊടുത്തിരിക്കുന്നു ഈ മറാഠക്കാരൻ. 6 വിക്കറ്റ് ശേഷിക്കെ 24 പന്തിൽ വെറും 26 റൺസ് മാത്രമായിരുന്നു ദക്ഷിണാഫ്രിക്കയും ലോകകപ്പും തമ്മിലുള്ള ദൂരം. അവിടെ നിന്നാണ് ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അർഷ്ദീപ് സിംഗ് എന്നിവർ ചേർന്ന് ഇന്ത്യക്ക് സ്വപ്ന വിജയം സമ്മാനിച്ചത്. വെറും 4 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റാണ് ഹാർദിക് 17ാം ഓവറിൽ വീഴ്ത്തിയത്. 18ാം ഓവറിൽ 2 റൺസ് വഴങ്ങി ജസ്പ്രീത് ബുംറ 1 വിക്കറ്റ് വീഴ്ത്തി. 19ാം ഓവർ എറിഞ്ഞ അർഷ്ദീപ് സിംഗ് വഴങ്ങിയത് വെറും 4 റൺസ് മാത്രം. ഹാർദിക് പാണ്ഡ്യ അവസാന ഓവർ എറിയാനെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് ശേഷിക്കെ 6 പന്തിൽ 16 റൺസ് വേണമായിരുന്നു ജയിക്കാൻ. അപകടകാരിയായ ഡേവിഡ് മില്ലറെ പവലിയനിലേക്ക് മടക്കി പാണ്ഡ്യ ഇന്ത്യയെ ജയത്തിലേക്ക് അടുപ്പിച്ചു. തുടർന്നുള്ള 5 പന്തിൽ പാണ്ഡ്യ വിട്ടുകൊടുത്തത് വെറും 8 റൺസ് മാത്രം. 2007 പ്രഥമ T20 ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ രോഹിത് അംഗമായിരുന്നു. 2 T20 ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി രോഹിത് മാറി. 2007 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ പാകിസ്ഥാനെ തകർത്തായിരുന്നു ഇന്ത്യയുടെ കിരീട നേട്ടം. ഇന്ന് കരീബിയൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തും. കിരീട നേട്ടത്തിലെ ഈ ദക്ഷിണാഫ്രിക്കൻ ബന്ധം കാലം കാത്തുവെച്ച കൗതുകമാകാം. കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയ ശേഷമാണ് ഈ പടിയിറക്കം. 2011 ഏകദിന ലോകകപ്പും 2013 ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിലും അദ്ദേഹം അംഗമായിരുന്നു. ഇപ്പോൾ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ 2020 ലോകകപ്പും. ഈ ഫൈനൽ മത്സരം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അവസാന രാജ്യാന്തര T20 മത്സരം കൂടിയായിരുന്നു. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനിടെയാണ് T20യിൽ നിന്നും കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ രോഹിത്തും. അങ്ങനെ പുതുതലമുറയിലെ 2 ഇതിഹാസ താരങ്ങൾ ഒരു ദിവസം തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന അപൂർവതയ്ക്കും ഇന്ത്യൻ ക്രിക്കറ്റ് സാക്ഷിയായി. അടുത്ത ദിവസം തന്നെ രവീന്ദ്ര ജഡേജയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശ്വനായകനായി വിടവാങ്ങി രോഹിത്. ലോകം കീഴടക്കി കോഹ്ലിയുടെ പടിയിറക്കം. ഈ കിരീടം നിങ്ങൾക്കാണ്. നന്ദി. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഷിഫാൻ. Voice of MGM,